തിരൂരങ്ങാടി തെയ്യാലിങ്ങലിൽ കാർ ആക്രമിച്ച് 2 കോടി രൂപ കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിലായി. ഒരാളെ കസ്റ്റഡിയിലെടുത്തുവെന്നും മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. കോഴിക്കോട് വെച്ചാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് 4-അംഗ സംഘം തെന്നല സ്വദേശി ഹനീഫിന്റെ കാർ അടിച്ചു തകർത്ത് പണം കവർന്നത്. നമ്മൾ മനസ്സിലാക്കിയിരുന്ന പോലെ 4 പ്രധാനപ്പെട്ട പ്രതികൾ, ആക്ഷനിലുണ്ടായിരുന്ന 4 പ്രതികളിൽ 3 പേര്, അതിൽ 2 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു, 3-ാമത്തെ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. ഇനിയും ഒരു പ്രതിയും കൂടി നമുക്ക് കിട്ടാണ്ട് വ്യക്തമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഉണ്ട് ആരാണെന്നുള്ളത്. തടത്തിൽ കരീം എന്ന് പറഞ്ഞ ആളും അയാളുടെ കൂട്ടാളികളുമാണ് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. നഷ്ടപ്പെട്ട പണത്തിനെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായിട്ടുണ്ട്. അതിലും റിക്കവറി നടപടികൾ ഇന്നും നാളെയായിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തും ഇന്നും നാളെയായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട റിക്കവറി പ്രൊസീഡിംഗ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള നടപടി ചെയ്യും. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണോ പ്രതികളിലേക്ക് പോലീസ് എത്തിയത്? ദിവ്യ, കഴിഞ്ഞ 14-ാം തീയതിയാണ് മലപ്പുറം തിരൂരങ്ങാടി തെയ്യാരിങ്ങിൽ വെച്ച് ഈ തെന്നല സ്വദേശിയായ അനീഫിന്റെ കാർ തടഞ്ഞു നിർത്തി കാർ പൂർണ്ണമായി അടിച്ചു തകർത്ത് 2 കോടി രൂപ ഈ പ്രതികൾ 4-അംഗ സംഘം കവർന്നത്. ഈ കൊടിഞ്ഞിയിൽ നിന്ന് താനൂർ ഭാഗത്തേക്ക് പോകുന്ന അനീഫിന്റെ കാറാണ് ഈ പ്രതികൾ അടിച്ചു തകർത്ത് പണം കവർന്നത്. ഇപ്പോൾ 3 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പോലീസ് പറയുന്നത് കഴിഞ്ഞ 14-ാം തീയതി ഈ ഒരു കുറ്റകൃത്യം നടക്കുന്നു. 16-ാം തീയതി ഇതിൽ പ്രധാനപ്പെട്ട 2 പ്രതികൾ ഗോവയിലേക്ക് കടക്കുന്നു. പോലീസും അന്വേഷണത്തിനായി ഗോവയിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് വെച്ചാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്. 2 പ്രധാനപ്പെട്ട പ്രതികൾ, പ്രത്യേകിച്ച് തിരുവങ്ങാടി സ്വദേശിയായ കരീം, പരപ്പനങ്ങാടി സ്വദേശിയായ രജീഷ് എന്നിവരാണ് ഈ കോഴിക്കോട് വെച്ച് പിടിയിലായത്. അവരിൽ നിന്ന് വിവരത്തിനനുസരിച്ചാണ് ഈ തിരുവങ്ങാടിയിലെ മറ്റൊരു വ്യക്തിയും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തിയും പിടിയിലാകുന്നത്. ഇപ്പൊ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. പോലീസ് പറയുന്നത് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ്, കൊട്ടേഷൻ ആണ് ഈ ഒരു നിർദ്ദേശത്തിലാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ പ്രതികൾക്ക് ഈ പണം നഷ്ടപ്പെട്ട അനീഫിനെ പരിചയമുണ്ട്, അറിയുന്ന വ്യക്തിയാണ് എന്ന് ഉൾപ്പെടെ പോലീസ് പറയുന്നു. അതോടൊപ്പം പോലീസ് റിവീൽ ചെയ്യാത്തൊരു കാര്യം, ഈ ഒരു പണം ഇത് റിക്കവറി ചെയ്തോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് റിവീൽ ചെയ്യുന്നില്ല. ഏതായാലും പണം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം കടക്കും, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 കോടി രൂപയായിരുന്നു സംഘം കവർന്നത്. ഇതിൽ ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. യൂനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.